അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ തീ പടർന്നതിനേക്കാൾ വേഗത്തിലാണ് ചില മലയാളികളുടെ അമേരിക്കൻ വിരുദ്ധത സോഷ്യൽ മീഡിയയിൽ പടരുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള വിരുദ്ധത നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ആ കമൻറ്റുകൾ ഇങ്ങനെയൊക്കെയാണ്: ഗാസയിൽ അമേരിക്ക ഇടപെട്ടതിന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണിത്, അള്ളാഹു അക്ബർ, അള്ളാഹു രക്ഷിക്കട്ടെ എന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകൾ. എന്നാൽ അങ്ങനെ അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, എന്നാൽ അതിനേക്കാൾ നീചമരായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള പ്രവണതയുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. നോക്കൂ, എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്: മുതലാളിത്തത്തിനും ധനികരുടെ അത്യാർത്തിക്കും എല്ലാം വിധേയമാക്കാനുള്ള പരിശ്രമമാണ് അമേരിക്ക ഇങ്ങനെ നിസ്സഹായമാക്കുന്നത്, ദുരന്തമുഖങ്ങളിൽ കാഴ്ചക്കാർ മാത്രമാക്കുന്നത്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കാതെയാക്കുന്നത്. അതായത് അമേരിക്കയിൽ ഈ തീ വന്നതിന് കാരണം മുതലാളിത്തവും ധനികരുടെ അത്യാർത്തിയുമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ടായി കഴിഞ്ഞ തവണ ഒരു വലിയ ദുരന്തം. അതിന് കാരണം മുതലാളിത്തവും ധനികരുടെ അത്യാർത്തിയുമാണോ? ലോകത്തെല്ലായിടത്തും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശങ്ങളിലൊന്നാണത്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റുകൾ ഇതിനോടകം തന്നെ ഒരുപാട് ആളുകളെ അവിടുത്തെ രക്ഷപ്പെടുത്തി. എന്നാലും ഇദ്ദേഹം പറയുന്നത് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല, ഈ പ്രകൃതി ദുരന്തം ഉണ്ടായതിനും കാരണം ആ പ്രകൃതി ദുരന്തത്തിന് മുമ്പിൽ ഒന്നും ചെയ്യാനാകാതെ പകച്ചു നിൽക്കുന്നതിനും കാരണമെല്ലാം മുതലാളിത്തവും ധനികരുടെ അത്യാർത്തിയുമാണെന്നാണ്. അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. അതിനുശേഷം പറഞ്ഞു നോക്കൂ, നേരെ മറിച്ച് ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പട്ടിണി മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെയുള്ള പ്രശ്നങ്ങൾക്ക് വിജയകരമായ പരിഹാരം കാണുകയാണ്. കമ്മ്യൂണിസ്റ്റ് ചൈന. എന്ത് കമ്മ്യൂണിസ്റ്റ് ചൈന? ഒരു രാജ്യത്തെ മുഴുവൻ ഏകാധിപത്യത്തിലൂടെ ഭരിക്കുന്നതിനുപരി അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് ചൈന ഈ സമ്പത്ത് മുഴുവൻ സൃഷ്ടിച്ചെടുത്തത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ സോഷ്യലിസ്റ്റുകൾക്കും ഈ പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകൾക്കും അത് ഇപ്പോഴും സമ്മതിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് വേറെ വിഷയം. എന്നാലും അദ്ദേഹം പറയുന്നത് ചൈനയിൽ പട്ടിണി മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെയുള്ള പ്രശ്നങ്ങൾക്ക് വിജയകരമായ പരിഹാരം കാണുകയാണെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ചൈനയിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാറേയില്ല. കാരണം അവിടെ ആ മനുഷ്യർക്ക് ആർത്തിയില്ലല്ലോ. ആർത്തിയുള്ളിടത്തല്ലേ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇനി ചൈനയിൽ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാനും അവർക്ക് പെട്ടെന്ന് കഴിയുന്നു എന്നാണ്. 2 ദിവസം മുമ്പാണ് ടിബറ്റിൽ വലിയ തരത്തിലുള്ള ഭൂകമ്പം ഉണ്ടായത്. 160ഓളം ആളുകൾ മരിച്ചു. മരിച്ച ആൾക്കാരുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലുണ്ടായ ദുരന്തത്തിനേക്കാൾ എത്രയും വലുതാണ് ചൈനയിലുണ്ടായത്. അപ്പോൾ ഇത് കാണിക്കുന്നത് ചൈനയിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അവിടെ ആളുകൾ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഇദ്ദേഹം കാണില്ല. കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് ചൈനയാണല്ലോ. അവിടെ മുതലാളിത്തമില്ല, ധനികരുമില്ല, പ്രകൃതിക്ഷോഭങ്ങളുമില്ല. ചൈനയിൽ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് ഡാം കെട്ടാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളുമൊക്കെയാണ് ഈ വിപത്തിലേക്ക് നയിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ വരെ ഞാൻ കണ്ടു. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇതൊന്നും കാണില്ല. അവർ പറയുന്നത് ഇന്ത്യക്ക് മുന്നിൽ 2 മോഡലുണ്ടെന്നും അതിൽ ചൈനയുടെ മോഡൽ നമ്മൾ പിന്തുടരണമെന്നാണ്. ഏകദേശം 6 മാസം മുമ്പാണ് ചൈനയിൽ വലിയ രീതിയിലുള്ള ഒരു ഫ്ലഡ് നടന്നത്. പാലങ്ങൾ തകർന്നു വീണു. അവിടെയും ധാരാളം ആളുകൾ മരിക്കുകയുണ്ടായി. അതിനെല്ലാം കാരണം മുതലാളിത്തവും ധനികരുടെ അത്യാർത്തിയുമാണോ? അവിടെ മരിച്ചു വീണ ജനങ്ങളെ എന്തുകൊണ്ട് ചൈനയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല? പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുകയും ആളുകൾ മരിക്കുകയും അതിനെതിരെ പരിശ്രമിക്കുകയും ചെയ്യുക എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അമേരിക്കയിൽ നടക്കുമ്പോൾ മാത്രം അത് മുതലാളിത്തത്തിനും ധനികരുടെ അത്യാർത്തിക്കും ആണെന്നൊക്കെ പറയുകയും അതേസമയം ഇന്ത്യയോട് ചൈനയെ കണ്ട് പഠിക്കാനും പറയുകയാണ്. ഏറ്റവും രസകരമായ കാര്യം, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പേരിൽ ധാരാളം റെഗുലേഷൻസ് ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും ധാരാളം റെഗുലേഷൻസ്. ഇനി ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാൻ വേണ്ടി ചൈന എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലും US-ലും ഒക്കെ ക്ലൈമറ്റ് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം റെഗുലേഷൻസ് ഉണ്ട്. ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങണമെങ്കിൽ, ഒരു മൈനിങ് പ്രൊജക്റ്റ് തുടങ്ങണമെങ്കിൽ ആ റെഗുലേഷൻസ് എല്ലാം പാസ്സാക്കി എടുക്കുന്നത് കൊണ്ടാണ് ആ പ്രൊജക്റ്റുകളൊക്കെ തുടങ്ങാൻ തന്നെ താമസിക്കുന്നത് പോലും. അതേസമയം ചൈനയിലോ യാതൊരു തരത്തിലുള്ള റെഗുലേഷൻസുമില്ല. അവരൊരു പ്രൊജക്റ്റ് മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എക്കണോമിക് പ്രോഗ്രസ് മുന്നിൽ നിർത്തിക്കൊണ്ട് ആ പ്രൊജക്റ്റ് അവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ അത് അള്ളാഹു കൊടുത്തതാണെന്ന് പറയുന്ന ഗാസ പ്രേമികളും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പുതിയ കഥകൾ സൃഷ്ടിക്കുന്ന ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല.